ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നിമിഷപ്രിയയുടെ മോചനം തുടർ ചർച്ചകളിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുക്കണം. കാന്തപുരം. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിദേശകാര്യ വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള യോജിച്ച നീക്കം നടത്തുമെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. നയതന്ത്ര ചർച്ചകളുടെ തുടർച്ചയും നിയമപരമായ കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതോടൊപ്പം കേസിന്റെ സാംസ്കാരികമായ സെൻസിറ്റിവിറ്റി കൂടി മനസ്സിലാക്കിയുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ തുടർ നടപടികളെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നതിനാലാണ് ഇങ്ങനെയൊരു യോജിച്ച നീക്കത്തിന് രൂപം നൽകിയിരിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും പ്രാതിനിധ്യവും വേണമെന്ന് ഗ്രാൻഡ് മുഫ്തി ഓഫീസ് കേന്ദ്ര സർക്കാരിനെയും യമനിലെ മധ്യസ്ഥരെയും അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സന്ദർശിച്ച ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളോടും മറ്റ് ജനപ്രതിനിധികളോടും കാന്തപുരം ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ധൻകറുടെ തിടുക്കത്തിലുള്ള രാജിക്ക് പിന്നിൽ നേതൃത്വത്തിന്റെ അതൃപ്തിയോ? BJPക്ക് കണ്ണ് ബീഹാറിലും. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പാർലമെന്റിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ രാജി പ്രഖ്യാപനം. ജൂലൈ 21 തിങ്കളാഴ്ച വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു രാത്രി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ അപ്രതീക്ഷിത രാജി അഭ്യൂഹങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുകയാണ്. ആരോഗ്യ കാരണങ്ങളാലാണ് രാജിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ രാഷ്ട്രീയ നീക്കം ഉണ്ടെന്നാണ് റിപ്പോർട്ട്. പാലങ്ങൾ, മെട്രോ നീട്ടൽ, ടണൽ. ഡൽഹിയിലെ ഗതാഗതക്കുരുക്കഴിക്കുവാൻ 24,000 കോടി. മലിനീകരണം കഴിഞ്ഞാൽ രാജ്യതലസ്ഥാനമായ ഡൽഹി നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഗതാഗതക്കുരുക്ക്. ദിവസത്തിന്റെ നല്ലൊരു ഭാഗവും റോഡിൽ കളയുന്നവരാണ് ഈ മഹാനഗരത്തിൽ ഭൂരിഭാഗം ആളുകളും. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഡൽഹി സർക്കാർ. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി 9 പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായി 24,000 കോടി രൂപയും ഡൽഹി സർക്കാർ അനുവദിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. IMF വിട്ട് ഗീത ഗോപിനാഥ് തിരികെ ഹാർവാർഡിലെ അധ്യാപന ജീവിതത്തിലേക്ക്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞയും അന്താരാഷ്ട്ര നാണ്യനിധിയുടെ IMF ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറും മലയാളിയുമായ ഗീത ഗോപിനാഥ് IMF വിടുന്നു. IMFന്റെ തലപ്പത്തെ രണ്ടാമത്തെ വലിയ പദവിയിൽ നിന്നും പടിയിറങ്ങുന്ന ഗീത അധ്യാപന ജീവിതത്തിലേക്കാണ് മടങ്ങുന്നത്. ഓഗസ്റ്റിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് അധ്യാപികയായി അവർ തിരിച്ചെത്തും. എക്സിലൂടെ ഗീത തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കൻ പൌരത്വമുള്ള ഇന്ത്യൻ വംശജയായ ഗീത 2019ലാണ് IMFിലെത്തുന്നത്. ചീഫ് ഇക്കണോമിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ച ഗീത 2022ൽ ജെഫ്രി ഒക്കമോട്ടോയുടെ പിൻഗാമിയായി ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായി. ഈ പദവിയിലെത്തിയ ആദ്യ വനിത എന്ന നേട്ടവും ഗീതയ്ക്ക് സ്വന്തമായി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ക്ലിനിക്കിൽ വനിതാ റിസപ്ഷനിസ്റ്റിന് ക്രൂരമർദ്ദനം. ഡോക്ടറെ കാണുവാൻ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതിന് സ്വകാര്യ ആശുപത്രിയിലെ വനിതാ റിസപ്ഷനിസ്റ്റിന് യുവാവിന്റെ ക്രൂരമർദ്ദനം. യുവതിയെ മർദ്ദിക്കുകയും മുടിയിൽ പിടിച്ച് വലിച്ചിഴയ്ക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ കല്യാണിലെ നന്ദിവാലി മേഖലയിലാണ് സംഭവം. സൊനാലി പ്രദീപ് കലസാരെ എന്ന യുവതിക്കാണ് മർദ്ദനമേറ്റത്. സൊനാലിയെ മർദ്ദിച്ച ഗോപാൽ ധ എന്നയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗോപാൽ ഒരു രോഗിക്കൊപ്പം ആശുപത്രിയിൽ എത്തിയതാണെന്നാണ് വിവരം. ഡോക്ടർ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് സൊനാലി ഗോപാലിനോട് കാത്തിരിക്കുവാനായി പറഞ്ഞത്. എന്നാൽ കുപിതനായ ഇയാൾ സൊനാലിയെ ആക്രമിക്കുകയായിരുന്നു. ആദ്യം വിമർശകൻ. ട്രംപ് പ്രസിഡന്റായപ്പോൾ അനുയായി. ആരാണ് ഇന്ത്യക്കെതിരെ പ്രസ്താവന നടത്തിയ ഗ്രഹാം? റഷ്യയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്തുന്നതിൽ ഇന്ത്യ, ചൈന, ബ്രസീൽ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി US രംഗത്തെത്തിയിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കെതിരെയാണ് US നീക്കം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന, ബ്രസീൽ രാജ്യങ്ങൾക്കുമേൽ കനത്ത തീരുവ ചുമത്തുമെന്നും അതുവഴി അവരുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുമെന്നും US സെനറ്റർ ലിൻസെ ഗ്രഹാമാണ് മുന്നറിയിപ്പ് നൽകിയത്. ആരാണ് ഈ ലിൻസെ ഗ്രഹാം? ആദ്യം ട്രംപിന്റെ വിമർശകനായിരുന്നുവെങ്കിലും പിന്നീട് ട്രംപ് പ്രസിഡന്റ് ആയതോടെ നിലപാട് മാറ്റുകയും ട്രംപിന്റെ അടുപ്പക്കാരനായി മാറുകയും ചെയ്തു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ കനത്ത നികുതി ചുമത്തണമെന്ന് നേരത്തെയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇയാൾ. അവസരവാദ നിലപാടുകൾക്ക് പേരുകേട്ടയാൾ. പലപ്പോഴും ട്രംപിന്റെ യുക്തിരഹിതമായ നികുതി പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ സ്വാധീന ശക്തിയായി ഗ്രഹാം പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിലയിരുത്തൽ. പ്രണയബന്ധങ്ങൾ എന്നെ വേദനിപ്പിച്ചിട്ടേയുള്ളൂ.
വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും നല്ലതാ. നിത്യ മേനോൻ. പ്രണയത്തെയും വിവാഹ ജീവിതത്തെയും കുറിച്ചുള്ള തന്റെ സങ്കല്പങ്ങൾ പങ്കുവച്ച് നടി നിത്യ മേനോൻ. എല്ലാവർക്കും ഒരേപോലെ വിവാഹ ജീവിതം ഉണ്ടാവണമെന്നില്ലെന്ന് നിത്യ മേനോൻ പറഞ്ഞു. വിവാഹം നടക്കുന്നതുപോലെ തന്നെ മികച്ചതാണ് അത് നടക്കാത്തതെന്നും അവർ വ്യക്തമാക്കി. പുറത്തിറങ്ങാനിരിക്കുന്ന തലൈവൻ തലൈവി എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖങ്ങളിലാണ് നിത്യ മനസ്സു തുറന്നത്. കാലക്രമേണ പ്രണയത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമേ അല്ല. ചെറുപ്പത്തിൽ ഒരു പാതിയെ കണ്ടെത്തുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. കുടുംബവും മാതാപിതാക്കളും സമൂഹവും അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്ന് തോന്നിപ്പിക്കും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായൊരു ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി, നിത്യ മേനോൻ പറഞ്ഞു. ചൈനയുടെ കൈവിട്ട കളി. ഇന്ത്യയിലെ എയർപോർട്ട് ഉത്പാദനം പ്രതിസന്ധിയിൽ. ഈ വർഷം തുടക്കത്തിലാണ് ഇന്ത്യയിൽ ആപ്പിൾ എയർപോർട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ചൈന കാരണം ഇന്ത്യയിലെ എയർപോർട്ട് ഉൽപാദനം ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ്. എയർപോർട്ടുകൾ നിർമ്മിക്കുവാൻ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചില അപൂർവ ലോഹധാതുക്കൾ ആവശ്യമാണ്. എന്നാൽ ഏപ്രിൽ വരെ അപൂർവ ലോഹധാതുക്കളുടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന. ഇന്ത്യയിൽ എയർപോർട്ടുകൾ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ എന്ന കമ്പനി ഈ പ്രതിസന്ധി തെലങ്കാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഫോക്സ്കോണിന്റെ തെലങ്കാന ഫാക്ടറിയിലാണ് എയർപോർട്ട് ഉത്പാദനം നടക്കുന്നത്. ഡിസ്പ്രോസിയം, നിയോഡൈമിയം എന്നീ ലോഹങ്ങളുടെ ക്ഷാമമാണ് കമ്പനി നേരിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.